നമസ്കാരം. പ്രധാന വാർത്തകൾ. പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. ഗതാഗത കമ്മീഷണറെ മാറ്റി. എ അക്ബർ പുതിയ ഗതാഗത കമ്മീഷണർ. സംസ്ഥാനത്തെ IPS തലപ്പത്ത് അഴിച്ചുപണി. ബെപ്കോ MD-ആയ ADGP യോഗേഷ് ഗുപ്തയെ വിജിലൻസ് ഡയറക്ടറാക്കി. TK വിനോദ് കുമാർ സ്വയം വിരമിക്കുന്ന സാഹചര്യത്തിലാണ് നിയമനം. ഗതാഗത കമ്മീഷണർ സ്ഥാനത്ത് നിന്നും ADGP S ശ്രീജിത്തിനെ മാറ്റി. അദ്ദേഹത്തെ പോലീസ് ആസ്ഥാനത്തേക്കാണ് മാറ്റിയത്. IG A അക്ബറാണ് പുതിയ ഗതാഗത കമ്മീഷണർ. അർഷിത അട്ടല്ലൂരിയാണ് പുതിയ ബെപ്കോ MD. ഇതാദ്യമായാണ് ബെപ്കോ MD-ആയി ഒരു വനിതാ IPS ഉദ്യോഗസ്ഥ വരുന്നത്. IG CH നാഗരാജുവിനെ ക്രൈംബ്രാഞ്ച് IG ആക്കി. തിരുവനന്തപുരം റേഞ്ച് DIG-ആയി അജിത ബീഗത്തെ നിയമിച്ചു. കണ്ണൂർ റേഞ്ച് DIG തോംസൺ ജോസിനെ തൃശൂരിലേക്ക് നിയമിച്ചു. കണ്ണൂർ റേഞ്ചിന്റെ ചുമതലയും ഉണ്ടാകും. DIG ജയനാഥിനെ പോലീസ് കൺട്രോൾ കോർപ്പറേഷൻ MD-ആയും നിയമിച്ചു. പത്തനംതിട്ടയിൽ യുവാവിന് വെട്ടേറ്റു. പ്രതികൾക്കായി തിരച്ചിൽ. പത്തനംതിട്ട കൊടുമണ്ണിൽ യുവാവിന് വെട്ടേറ്റു. ആക്രമണത്തിൽ പരിക്കേറ്റ കൊടുമൺ സ്വദേശി ദീപകിനെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കഞ്ചാവ് കേസിൽ സാക്ഷി പറഞ്ഞതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് സൂചന. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. CPM പ്രവർത്തകന്റെ വീട്ടിൽ സ്ഫോടനം. വീടുകളുടെ ജനൽച്ചില്ല് തകർന്നു. കേസെടുത്ത് പോലീസ്. പാലക്കാട് തരൂരിൽ CPM പ്രവർത്തകന്റെ വീട്ടിൽ സ്ഫോടനം. തരൂർ സ്വദേശിയും CPM പ്രവർത്തകനുമായ രതീഷിന്റെ വീട്ടിലാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനത്തിൽ രതീഷിന്റെ വീട്ടിലെയും അടുത്ത വീട്ടിലെയും ജനൽച്ചില്ലകൾ തകർന്നു. വീട്ടിലെ വിറകുപുരയിൽ സൂക്ഷിച്ചിരുന്ന കരിമരുന്ന് മിശ്രിതം പൊട്ടിത്തെറിക്കുകയായിരുന്നു. അനധികൃതമായി സ്ഫോടക വസ്തു സൂക്ഷിച്ചതിന് രതീഷിനെതിരെ ആലത്തൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പ് കേസ്. സഹോദരങ്ങളായ വനിതാ പോലീസ് ഓഫീസർമാർക്കെതിരെ കേസ്. തിരുവനന്തപുരത്ത് സാമ്പത്തിക തട്ടിപ്പിൽ വനിതാ സിവിൽ പോലീസ് ഓഫീസർമാർക്കെതിരെ കേസ്. വിഴിഞ്ഞം കോസ്റ്റൽ സ്റ്റേഷനിലെ സംഗീത, സുനിത എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ഇരുവരും സഹോദരങ്ങളാണ്. കാടായിക്കോണം സ്വദേശി ആതിരയുടെ പരാതിയിൽ പോത്തൻകോട് പോലീസാണ് കേസെടുത്തത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിനായി ആതിരയുടെ ഭർത്താവിൽ നിന്ന് ഇവർ ലക്ഷങ്ങൾ തട്ടിയെന്നാണ് കേസ്. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ ഗുണ്ടുകാട് സാബുവിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. പണം തട്ടിയെടുത്തത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും പോലീസ് പരാതി പരിഹാര സെല്ലിനും SP-ക്കുമെതിരെ ആതിര പരാതികൾ നൽകിയിരുന്നു. കോട്ടയം DCC ജനറൽ സെക്രട്ടറി ജോബോയി ജോർജ് കുഴഞ്ഞു വീണ് മരിച്ചു. കോട്ടയം DCC ജനറൽ സെക്രട്ടറി ജോബോയി ജോർജ് കുഴഞ്ഞു വീണ് മരിച്ചു. 47 വയസ്സായിരുന്നു. കോട്ടയം മാർക്കറ്റിൽ വെച്ച് കുഴഞ്ഞു വീണായിരുന്നു അന്ത്യം. യൂത്ത് കോൺഗ്രസ് കോട്ടയം മുൻ ജില്ലാ പ്രസിഡന്റായിരുന്നു. രാത്രി 8:30 പച്ചക്കറി വാങ്ങുന്നതിനായി മാർക്കറ്റിലെത്തിയതായിരുന്നു ജോബോയി. കുഴഞ്ഞു വീണത് കണ്ട് സമീപത്തുണ്ടായിരുന്നവർ ഉടൻ തന്നെ കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കവിതയാണ് ഭാര്യ. 3 മക്കളുണ്ട്. മൃതദേഹം ജില്ലാ ജനറൽ ആശുപത്രിയിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും.